സഭാ ശുശ്രൂഷയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം വീടുകൾ സന്ദർശിക്കും, എല്ലാവരെയും പരിചയപ്പെടും. അപ്പോൾ ഈ അമ്മാമ്മ ഒരു കാര്യം പറഞ്ഞു, പാസ്റ്റർ ഞാൻ താമസിക്കുന്നിടത്ത് വരുമ്പോൾ കുറച്ച് സമയം ചിലവഴിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെല്ലായിടത്തും പോയതിന് ശേഷമാണ് അവിടെ ചെല്ലുന്നത്. തന്നെയല്ല, ഈ അമ്മാമ്മ ഞങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ അവർ സാരിയൊക്കെ കൊടുത്തൊരു കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പാവപ്പെട്ട വീട്ടിലെ അല്ല കാഴ്ചപ്പാടിൽ. കുഴപ്പങ്ങളൊന്നുമില്ല, പുറമേ നോക്കിയാൽ അമ്മാമയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളൊരു അമ്മാമയാണ്. പക്ഷേ ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ഒരു വീട് പണിയുന്നത് കണ്ടു, അതിൻ്റെ പുറകിൽ ഇടിഞ്ഞു വീഴാറായ ഒരു വീട് കണ്ടു. ഞങ്ങളോർത്ത് ആ വീടായിരിക്കും ഈ അമ്മാമ്മയുടെ വീടെന്ന് വിചാരിച്ചു. അപ്പോൾ അവളോട് ചെല്ലുമ്പോഴത്തേനും ഒരു 10-90 വയസ്സുള്ളൊരു അമ്മച്ചിയാണ് ആദ്യത്തെ മുറിയിൽ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അമ്മച്ചി ആ ഓണറാണ്, ആ വീടിൻ്റെ ഓണറാണ്, ആ ചെറിയ ഷെഡിൻ്റെ. അപ്പോൾ ആ അമ്മച്ചിയുടെ മകൻ ഒരു വലിയ വീട് താഴെ പണിയുകയാണ്. അപ്പോൾ ഇത് ഇടിച്ചു കളയുന്നതിന് മുൻപ് ഈ പാവ അമ്മാമ്മയും കൂടെ ആ വീട്ടിൽ ഔദാര്യമായിട്ട് താമസിപ്പിച്ചിരിക്കുക. വാടകയൊന്നും വാങ്ങാതെ ഈ അമ്മച്ചിയുടെ കൂടെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഈ അമ്മച്ചി താമസിക്കുകയാണ്, ഒരു കൊച്ചു മുറിക്കകത്ത്. ഞങ്ങൾ ഓർത്ത് ഈ അമ്മാമ്മയുടെ മുറിയാണെന്ന്. അന്നേരം ആ അമ്മ പറയുന്നത്, ഞാൻ ഈ അമ്മച്ചിയുടെ ഔദാര്യം കൊണ്ട് ഞാനിവിടെ താമസിക്കുകയാണ്, ഇതെൻ്റെ വീടല്ല. എന്നിട്ട് ഈ അമ്മാമ്മ ഞാൻ കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ ഇരിക്കാനായിട്ട് തുരുമ്പ് പിടിച്ച 2 ചെയർ, തുരുമ്പ് പിടിച്ച 2, ഏത് വർഷമാണ്? 94 ചെയറിട്ട് തന്നു. ഞങ്ങളെ അതിലിരുത്തി. എന്നിട്ട് ഇവരുടെ ജീവിതത്തിൻ്റെ ചുരുളുകൾ അഴിച്ചു. അവർ ഒരു കാലത്ത് ഈസ്റ്റ് ആഫ്രിക്കയിലായിരുന്നു, ഉന്നത നിലയിൽ ജീവിച്ചൊരു കുടുംബമായിരുന്നു. ഈസ്റ്റ് ആഫ്രിക്കയിൽ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു ആ അമ്മാമ്മയുടെ ഭർത്താവ്. ഈ അമ്മാമ്മ അന്നത്തെ കാലത്ത് ടീച്ചറായിരുന്നു. നല്ല പ്രതാപത്തിൽ ജീവിച്ചൊരു കാലം അവർക്കുണ്ടായിരുന്നു. അവരെന്നിട്ട് പറഞ്ഞു, അവർക്ക് 2 മക്കളുണ്ടായി, മിടുക്കരായിട്ടുള്ള 2 മക്കൾ, ബുദ്ധിയുള്ള 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ പഠിച്ചു വന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അവർക്ക് ഒരു മൂത്ത മോക്കൊരു പനി വന്നു. പനി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ലുക്കീമിയയാണ്. അപ്പം അന്നത്തെ കാലത്ത് അവർക്ക് ബോംബെ ടാറ്റ ഹോസ്പിറ്റലൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. ലാസ്റ്റ് വന്നപ്പോൾ ഈ അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കുകയാണ്, മരണത്തിന് കീഴടങ്ങി. പിറ്റേ വർഷം 2ാമത്തെ മകളും അതുപോലെ തന്നെ ഇതേ രോഗം പിടിപെട്ട് ആ അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊക്കെ ഞങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ആ തുരുമ്പ് പിടിച്ച ഒരു അലമാരിക്കകത്ത് ഇത് വെച്ചിട്ടുണ്ട് ഫോട്ടോ. അതിൽ ഓരോന്നോരോന്ന് ഞങ്ങളെ കാണിച്ചു, ചുരുളഴിച്ചു. അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഫോട്ടോ കണ്ടു, ഒരു ജെൻറ്റിൽമാൻ. അദ്ദേഹം 2 വർഷം കഴിഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ എന്നെ മാത്രം അവശേഷിപ്പിച്ച് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവും കടന്നുപോയി. എനിക്ക് ബുദ്ധി പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അവർ നാട്ടിൽ വന്നപ്പം അവർക്ക് 5-8 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അപ്പം യൗവനത്തിൽ തന്നെ വിധവയായി പോയല്ലോ. അപ്പം ഈ ഒരു മാനസികാവസ്ഥയിലായതുകൊണ്ട്, എടി എന്തിനാ നിനക്ക് നീ സ്ഥലവും വീടും ഒക്കെ, ഇതങ്ങ് നീ അങ്ങ് വിൽക്കാൻ പറയും. അങ്ങനെ ഞാനതങ്ങ് വിറ്റു. ആ പൈസ അല്ല എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ കൈകളിലൊന്നുമില്ലാതായി. പക്ഷേ ഞാൻ പിന്നെ ജീവിച്ചു. അങ്ങനെ ഇരുന്നപ്പം എല്ലാവരും കൂടെ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുന്നത്? ഒരു കല്യാണാലോചന വന്നു, ഒരാശ്രയം വേണമല്ലോ. ഒരു 2ാം വിവാഹം നടന്നു. നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. 4 മരണം ചെറുപ്രായത്തിൽ. ഒടുവിൽ അവർ ഒത്തിരി വിഷമിച്ചു. എന്നാൽ സ്വന്തം നാട്ടിൽ വന്ന് സഹോദരങ്ങളുടെ കൂടെ താമസിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പം അവർ കൈക്കൊണ്ടില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ തന്നെ പ്രായമായി. അങ്ങനെ പെരുവഴിയിൽ ആയ ഒരു അമ്മയാണ് ഞങ്ങളോട് ഈ അനുഭവം പറയുന്നത്. ഇന്ന് എനിക്ക് വാടകയ്ക്ക് താമസിക്കാനുള്ള നിർവാഹമില്ല, സാമ്പത്തികമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഔദാര്യത്തിൽ താമസിക്കുകയാണ്. പാസ്റ്റ് ഇവിടെ വന്നപ്പം മുതൽ എൻ്റെ മനസ്സ് പറയുന്നു, ഈ പാസ്റ്റ് എനിക്കൊരാശ്വാസമാണ്. അതുകൊണ്ട് പാസ്റ്റ് എന്നെ ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിൽ എന്നെ പാർപ്പിക്കണം. എനിക്ക് പോകാൻ ഒരിടമില്ല. ആത്മഹത്യ ചെയ്യുവാൻ എനിക്ക് പേടിയല്ല, ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഒരു മരണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുക
മരണം സംഭവിക്കാതെ നമുക്ക് മരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനങ്ങ് ജീവിക്കുകയാണ്.